അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ന് സുബഹി നമസ്കാരം കഴിഞ്ഞ് നേരെ അതാ നമ്മുടെ ഹബീബ് ഉസ്താദ് പോയത് ഹാദിയുടെ വീട്ടിലേക്കായിരുന്നു. പ്രതീക്ഷിക്കാതെ തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് ആ സമയം വരുന്നത് ഒരിക്കൽ പോലും അവൾ വിചാരിച്ചില്ല. ഹബീബ് ഉസ്താദിൻ്റെ കാറ് അതാ അറക്കൽ തറവാട്ടിലേക്ക് കടന്നു കഴിഞ്ഞു. ഉപ്പ അവിടെ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സിറ്റ് ഔട്ടിൽ. കാരണം പുലർച്ചെ ആകുന്നേ ഉള്ളൂ. ഗേറ്റ് കടന്ന് ഒരു കാറ് പെട്ടെന്ന് വരുന്നത് കണ്ടപ്പോൾ ശരിക്കും ഉപ്പ ആരാണിപ്പോ എന്നുള്ള രീതിയിൽ കണ്ണടയ്ക്ക് മുകളിലൂടെ നോക്കി. എന്നാൽ വണ്ടി നേരെ അതാ മുറ്റത്തേക്ക് വന്നു. ഉപ്പ അസ്സലാമു അലൈക്കും. ശരിക്കും അതാ ഹാദിയുടെ പിതാവ് ഒന്ന് ഞെട്ടി. വഅലൈക്കും അസ്സലാം. അതും ഇത്ര ഈ പുലർച്ചെ പ്രഭാതത്തിൽ ആരാ എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒന്നുകൂടി മനസ്സിലാകാതെ നോക്കുന്നു. വെള്ള വസ്ത്രം ധരിച്ച ഹബീബ് ഉസ്താദ്, മനോഹരമായ വെള്ള കന്തൂറയും തലയിലെ ആ ഒരു അറബിക്കെട്ടും അതെല്ലാം കണ്ടപ്പോൾ ശരിക്കും ഒരു നിമിഷം കൂടി പിതാവ് നോക്കി. അല്ലാ ഉസ്താദോ, യാ റബ്ബേ, മാഷാ അല്ലാ. ഏതായാലും രാവിലെ തന്നെ കണ്ട് നല്ലൊരു കണി തന്നെയാണ്, ഈമാനുള്ളൊരു മനുഷ്യനെ കണ്ടത്. ഉപ്പ അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. മോനെ കയറിയിരിക്കേ. ഉപ്പ ഞാനിത്ര നേരത്തെ വന്നതുകൊണ്ട് എന്താ മോനെ, നേരത്തെ ആണെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാലോ. അതിനെന്താ, സന്തോഷമേ ഉള്ളൂ. നിങ്ങളൊക്കെ അല്ലേ നമുക്കുള്ളത്, വേറെ ആരാ നമുക്കുള്ളത്. വരി മക്കളെ വരി. അങ്ങനെ അതാ അകത്തേക്ക് ക്ഷണിക്കുമ്പോൾ, വേണ്ടപ്പാ, ഈ ഒരു തണുപ്പിലെ ഈ ഒരു കോലയിൽ തന്നെ ഇരിക്കുമ്പോഴേ വല്ലാത്തൊരു സന്തോഷം. കുറഞ്ഞൊരു മഞ്ഞും തണുപ്പും എല്ലാം കൂടി ആയപ്പോൾ അല്ലാ, ബീവിനോട് ഒരു ഗ്ലാസ് ചായൻ്റെ എടുക്കാനും പറയാൻ പറ്റൂലല്ലോ. ഞാൻ അത്താഴമൊക്കെ കഴിഞ്ഞ് സുബ്ഹി നിസ്കാരമൊക്കെ കഴിഞ്ഞ് നേരെ അങ്ങോട്ട് ഇറങ്ങിയതാണ്. പിന്നെ ഏതായാലും നിങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞാലും വലിയൊരു പൂതി. മറ്റേതിൻ്റെ കുട്ടി നല്ല രീതിയിലാകുമ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ നിങ്ങൾ വന്നിരുന്നു. ഇപ്പോൾ എന്താ ചെയ്യുക എൻ്റെ കുട്ടിയുടെ കാര്യത്തിൽ. ഉപ്പ നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കണ്ട കേട്ടോ. എല്ലാത്തിനും പരിഹാരമുണ്ട്. എല്ലാം പടച്ച റബ്ബ് കാണുന്നുണ്ട്. ഒന്നും കൊണ്ട് വിഷമിക്കേ വേണ്ട. എന്നാൽ അതാ കോലായിൽ നിന്ന് ആ ഒരു സംസാരം കേട്ടപ്പോൾ അവരുടെ ഉമ്മ, ആരാ റബ്ബേ, രാവിലെ തന്നെ വന്നിക്കണല്ലോ എന്നുള്ള രീതിയിൽ അവർ വന്നു നോക്കി. അല്ലാ പഠിച്ചോനെ, ആരത്, ഹബീബ് ഉസ്താദ്. മാഷാ അല്ലാ. ഇരിക്കും ഉസ്താദ്, ഇങ്ങോട്ട് കയറിയിരിക്കാം. അല്ലുമ്മ, ഞാൻ ഇവിടെ ഇരുന്നോളാം. എന്നാൽ ഹാദിയ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നേരെ അത് ഹബീബ് ഉസ്താദ് വന്ന കാര്യം ഹാദിയോട് പറയുവാൻ വേണ്ടി ഉമ്മ അവളുടെ റൂമിൻ്റെ അടുത്തേക്ക് പോകുന്നു. മോളെ, അവളുടെ റൂമിൻ്റെ അപ്പുറത്തുള്ള ബാൽക്കണിയിലായിരുന്നു ഇരുന്നിരുന്നത്. അങ്ങനെ ആകുമ്പോൾ നല്ല കാറ്റും വെളിച്ചവും എല്ലാം കണ്ടുകൊണ്ട് പ്രകൃതി ഭംഗി, രാവിലെയുള്ള പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ട് അവൾ കിളിയുടെ ശബ്ദവും ആ ഒരു മനോഹരമായ പ്രഭാതത്തിൻ്റെ ശബ്ദവുമെല്ലാം കേട്ടുകൊണ്ട് അവൾ അത് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ശരിക്കും അതവൾക്ക് വല്ലാത്തൊരു നിർവൃതിയാണ്. അത് ഖുർആൻ കയ്യിലെടുക്കുമ്പോൾ അതിൽ നിന്നിങ്ങനെ ഓതുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷമായിരുന്നു അവൾക്ക്. എന്നാൽ ഉമ്മ അങ്ങോട്ട് വന്നപ്പോൾ മകൾ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മോളെ, ഉമ്മ അസ്സലാം. മോളെ, പിന്നെ ഹബീബ് ഉസ്താദ് വന്നിട്ടുണ്ട്. ഹബീബ് ഉസ്താദോ, ഈ സമയത്തോ? അതെ മോളെ, അതിനെന്താ, മോൾക്ക് ഒന്ന് പോയി നോക്ക്. അങ്ങനെ അവൾ ഖുർആൻ പാരായണം നിർത്തിവെച്ച് വീൽ ചെയറിൽ അങ്ങോട്ട് പോവുകയാണ്. അവൾ വീൽ ചെയർ ഉരുട്ടിക്കൊണ്ട് അങ്ങോട്ടെത്തി. സിറ്റ് ഔട്ടിൻ്റെ അവിടെ എത്തിയപ്പോൾ, ഉസ്താദേ. മോളെ, എന്തൊക്കെയാ മോളെ? ഉസ്താദേ അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. മോളെ, എന്തൊക്കെയാണ് മോളുടെ വിശേഷങ്ങൾ? സുഖമാണോ ഹാദിയ? സത്യം പറഞ്ഞാൽ അവളുടെ ആ ഒരു അവസ്ഥ കണ്ടപ്പോൾ കണ്ണ് നിറയുകയാണ് ചെയ്തത്. മോളെ, എല്ലാം പഠിച്ചവൻ്റെ പരീക്ഷണമായിരിക്കും കേട്ടോ. ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, അള്ളാഹുണ്ടല്ലോ വലിയവന്. ഹാദിയ, ഉസ്താദിൻ്റെ ആ ഒരു വിളിയിൽ അവൾ പതുക്കെ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. ഉസ്താദേ. ഹാദിയ, എന്താ, എങ്ങനെയുണ്ട്? ആഷി മെസ്സേജ് വല്ലതും അയച്ചിരുന്നോ? ഇല്ല. എന്നാൽ ഇൻഷാ അല്ലാ
ചെറിയൊരു കാര്യക്ക് പറയാനുണ്ട്. ഹാദിയുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് എന്തൊക്കെയോ ഒരു ഹൃദയമിടിപ്പ് കൂടിയ പോലെ തോന്നി. ഉസ്താദ്, അത് മോളെ, എന്താ മോൾക്ക് നല്ലൊരു ജീവിതം വേണ്ടേ? ഇൻഷാ അല്ലാ ഇനി എല്ലാം ഹലാലായിട്ട് മതി. തുടർ പഠനം വേണ്ടേ? അതെ ഉസ്താദ്, എനിക്ക് പഠിക്കണം. പഠിക്കാം, എല്ലാം പഠിക്കാം. എൻ്റെ മോള് നല്ല മോളായിരിക്കണം കേട്ടോ. എന്നാൽ സത്യം പറഞ്ഞാൽ ഹാദിയയ്ക്ക് എന്താണ് നടക്കുന്നതെന്ന് പോലും അറിഞ്ഞില്ല. അവളുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഒന്നുണ്ടായിരുന്നു. അതെ, ഇത്രക്കും ഈ ഒരു നോമ്പുകാലത്ത് ഇത്രക്ക് സന്തോഷകരമായ വാർത്ത എന്തായിരിക്കും റബ്ബേ എന്നിവരെ അവൾക്ക് തോന്നി. കാരണം ഇത്രയും പുലർച്ചെ തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉസ്താദ് വെറുതെ ഒന്നും പറയില്ല. എന്നാൽ ഹാദിയയോട് ഉസ്താദ് പറയുന്നു, മോളെ എന്നാൽ ഉസ്താദ് ഇറങ്ങട്ടെ കേട്ടോ, ഇൻഷാ അല്ലാ നമുക്ക് കാണാം കേട്ടോ. പിന്നെ അവിടെ നോമ്പിന് കുട്ടികൾക്ക് ലീവ് കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ഒരു സമയത്ത് കുട്ടികൾക്ക് ഒന്നും കൂടെ എന്താ പറയുക, ഇബാദത്തുകളിൽ മുഴുകട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് കുറച്ച് സമയം ഒരു ഉച്ചവരെ ക്ലാസ് എടുക്കും, പിന്നെ വിടും. അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ അധിക ദിവസങ്ങൾ ലീവ് കൊടുക്കാറുണ്ട്. പക്ഷെ പറ്റങ്ങ് കൊടുത്താലും കുഴപ്പമില്ല എന്ന് കരുതിയിട്ട്. എന്നാൽ അത് കേട്ടപ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അതെ, ആ ക്ലാസ്സിൽ ഞാനും ഇരിക്കേണ്ടവളായിരുന്നു. എൻ്റെ ഈ വിധി മൂലം എനിക്കൊന്നും എടുക്കാനും പറ്റാത്ത അവസ്ഥയായി. റബ്ബേ സാരല്ല, എല്ലാം കാണുന്നവൻ പടച്ചവനുണ്ടല്ലോ. പടച്ച റബ്ബ് വിചാരിച്ച പോലല്ലേ എല്ലാം നടക്കുകയുള്ളൂ. എന്നാലും അവൾ ഉസ്താദ് പോകുന്നത് നോക്കിയിരുന്നു. എന്നാൽ ശരി കേട്ടോ, അസ്സലാമു അലൈക്കും, പിന്നെ കാണാം. ആ ഉപ്പയോട് എന്തൊക്കെയോ ഉസ്താദ് പറയുന്നുണ്ടായിരുന്നു. അത് അവൾക്ക് അത്ര അങ്ങ് കേൾക്കാൻ കഴിഞ്ഞില്ല. ഹബീബ് ഉസ്താദ് സലാം പറഞ്ഞു പോകുമ്പോൾ, മോനെ ഒരു ഇഫ്താർ മീറ്റ് സംഘടിപ്പിക്കണം. പക്ഷേ ആഗ്രഹമുണ്ട് മനസ്സിൻ്റെ ഉള്ളിൽ. ഈ ഒരു വേദനയൊക്കെ ആയപ്പോൾ നിങ്ങളെല്ലാവരും കൂടി ഒന്ന് ഒത്തൊരുമിച്ച് ഒരു ഇഫ്താർ മീറ്റ് നമുക്കിവിടെ വെച്ച് കഴിഞ്ഞാൽ മാഷാ അല്ലാ അത് വല്ലാത്തൊരു സന്തോഷമായിരിക്കും. അതിനുള്ള എല്ലാം ഞാൻ ഇറക്കാം, നിങ്ങൾ കൂടി സഹകരിച്ചു കഴിഞ്ഞാൽ. എന്നാൽ ജസീറിൻ്റെ കാര്യത്തിൽ അവർക്കൊക്കെ ചെറിയൊരു ടെൻഷനായിരുന്നു. കാരണം അവനൊന്നിനും മടിക്കാത്തവനായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഹാദിയുടെ വീട്ടിലേക്ക് വന്ന് ഒച്ചപ്പാടുണ്ടാക്കുമോ എന്നുള്ള കാര്യത്തിലേക്ക് ടെൻഷനായിരുന്നു. എന്നാൽ ഹാദിയ മനസ്സുകൊണ്ട് ആദ്യമേ അയാളെ വെറുത്തതാണ്. ആ ഒരു വിവാഹമോചനം അതും അവൾ പെട്ടെന്ന് തന്നെ ആഗ്രഹിച്ചതായിരുന്നു. എങ്കിലും അവനെ വിശ്വസിക്കാൻ പറ്റില്ല. അവൻ ഏത് സമയവും കയറി വന്ന് പ്രശ്നമുണ്ടാക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ഹബീബ് ഉസ്താദ് പോയി കഴിഞ്ഞപ്പോൾ ഉമ്മയും ഉപ്പയും സംസാരിക്കുന്നു. അതെ, എന്തായാലും അവൾ ഔദ്യോഗികമായി അവനെ അങ്ങ് ഒഴിവാക്കിയല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് റാഹത്തോടു കൂടെ ഇത് ചെയ്യാം. അല്ല, നമ്മളെ മോളെ അവർക്ക് ഒരു പറ്റായികയില്ല. ഉസ്താദായിട്ട് തന്നെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. എന്തൊക്കെ തന്നെയാലും ഇൻഷാ അല്ലാ ഇനി അധികം വൈകിപ്പിക്കണ്ട. നമ്മുടെ മോള് വീൽ ചെയർ ഇരുന്നു കൊണ്ടിട്ടാണെങ്കിലും ആ മഹർമാല അണിയുവാൻ അവൾക്ക് ഭാഗ്യം ലഭിച്ചു കഴിഞ്ഞാൽ മോള് രക്ഷപ്പെട്ടല്ലോ ഇൻഷാ അല്ലാ. എന്നാൽ ഹാദിയുടെയും ഉസ്താദിൻ്റെയും നിക്കാഹ് വേഗം ഉറപ്പിക്കുകയാണ്, അധികം നീട്ടിയിടാതെ. കാരണം ഇനിയും അത് വൈകിച്ചു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും അതിനിടയിൽ വരും എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ. കാരണം ജസീറിന് അത് എത്രയൊക്കെ തന്നെയാലും കലിയായിരിക്കും. അവന് ഒരാൾ സുഖത്തിൽ ജീവിക്കാൻ പാടില്ല, സന്തോഷത്തോടെ ജീവിക്കാൻ പാടില്ല. അങ്ങനെയാണ് ജസീറിൻ്റെ ചിന്താഗതി. അത് അവൻ എന്താണ് ആഗ്രഹിക്കുന്നത് അതാണ് നടക്കേണ്ടത്. എന്തൊക്കെ തന്നെയാലും വേണ്ടില്ല, എല്ലാം റാഹത്തോടു കൂടി തന്നെ നടത്തണം. ആ ഉപ്പയുടെ മനസ്സിൻ്റെ ഉള്ളിൽ അല്പം സന്തോഷം തോന്നി. കാരണം തൻ്റെ മകൾ വീൽ ചെയറിൽ ഇവിടെ മൂലക്കൽ കാലാകാലം ഇരിക്കേണ്ട ഒരു അവസ്ഥ വരുമോ എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാൽ ആ പിതാവ് മകളെ വിളിക്കുന്നു. മോളെ ഹാദിയ. ഉപ്പ, മോളെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഉപ്പാക്ക് നിന്നോട്. ഉപ്പ, എന്ത് ഉപ്പ? പൊന്നു മോളെ, എൻ്റെ മോളെ നിക്കാഹ് കഴിച്ചു കൊടുക്കുകയാണ് ഞാൻ. ഉപ്പ, അത് എന്നെ ഈ ഒരു അവസ്ഥയിൽ ആർക്കെങ്കിലും പറ്റുമോ? അതെന്താ മോളെ ഇങ്ങോട്ട് വന്ന് അന്വേഷിച്ചതും ചോദിച്ചതുമല്ലേ? ഉപ്പ, അത് അവർക്കൊരു ബുദ്ധിമുട്ടായിരിക്കൂലേ ഉപ്പ? ഈ ഒരു അവസ്ഥയിൽ വീൽ ചെയറിലിരിക്കുന്ന എന്നെ വിവാഹം കഴിക്കുക എന്ന് വെച്ചാൽ അത് അവർക്ക് നല്ല പെൺകുട്ടികളെ കിട്ടൂലേ?
നല്ല പെൺകുട്ടികളെ കിട്ടിയാലും ഇല്ലെങ്കിലും മനസ്സുകൊണ്ടങ്ങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഉപ്പ അത് ശരിക്കും. അതെ മോളെ ഉസ്താദ്, അതായത് ആഷി ഉസ്താദ് വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നു. പെട്ടെന്ന് നിക്കാഹ് വേണം എന്നൊക്കെ പറയുന്നുണ്ട്. നിക്കാഹ് കഴിച്ചിട്ട് അവിടേക്ക് കൊണ്ടുപോകണം, ഈജിപ്തിലേക്ക്, നിനക്ക് ഉന്നത പഠനം നൽകണം എന്നൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. അതല്ല എങ്കിൽ നിക്കാഹ് കഴിക്കാതെ കൊണ്ടുപോയാൽ ഒരു പക്ഷേ മോളെ ഹെൽപ്പ് ചെയ്യേണ്ട അവസ്ഥ വരുമ്പോൾ തെറ്റുകൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിക്കാഹ് കഴിച്ച് കൊണ്ടുപോയാൽ പിന്നെ പ്രശ്നമില്ലല്ലോ, അതായിരുന്നു. എന്നാൽ അവളുടെ മനസ്സിൻ്റെ ഉള്ളിൽ 1000 പൂക്കൾ വിരിഞ്ഞു. അവൾ പടച്ച റബ്ബിനെ സ്തുതിച്ചു. റബ്ബേ അൽഹംദുലില്ലാ. പക്ഷെ വീട്ടുകാർക്ക് അവർക്കൊക്കെ ഇഷ്ടപ്പെടുമോ എന്നുള്ള കാര്യത്തിലും അവൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. റബ്ബേ, വീൽ ചെയറിൽ ഇരിക്കുന്നൊരു പെണ്ണിനെ സ്വന്തം മകന് വേണ്ടി ആലോചിക്കുമ്പോൾ ആ ഉമ്മാക്ക് എത്ര വിഷമമുണ്ടാവും. അതെ, പെങ്ങൾ ഐഷുവിന് എത്ര വിഷമമുണ്ടാവും, ഉപ്പാക്കുണ്ടാകും. റബ്ബേ അല്ലാ. എന്നാൽ ഹാദിയൊക്കെ അറിയുകയായിരുന്നു. റബ്ബേ, ഒരാൾക്ക് ഒരു ഭാരമാവാതെ ഈ ഭൂമിയിൽ നിന്ന് എന്നെങ്ങ് കൊണ്ടുപോയാൽ എത്ര നന്നായിരുന്നു എന്നവൾ വിചാരിച്ചു. കാരണം ആരോഗ്യമുള്ള കാലത്ത്, നടക്കാൻ കഴിയുന്ന കാലത്ത് മനസ്സൊരുപാട് ആഗ്രഹിച്ചിരുന്നു ആഷി ഉസ്താദിനെ. എന്നാൽ ഇപ്പോൾ ആരോഗ്യം നഷ്ടപ്പെട്ടതല്ലേ എൻ്റെ. ഈ ഒരു സമയത്ത് ഒരു കുഴപ്പവുമില്ലാത്ത ഒരു സുന്ദരനായ ഒരു ആണിനെ കൊണ്ട് എൻ്റെ ജീവിതം വെറുതെ കേടുവരുത്തണോ? അവൾ ആ നിമിഷം തന്നെ അവൾക്ക് സങ്കടം വന്നു. അവൾ നേരെ ആഷി ഉസ്താദിന് മെസ്സേജ് അയച്ചു. പ്രിയപ്പെട്ട ആഷി ഉസ്താദെ, എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ തുറന്നു പറയാണ്, അല്ലാതെ നിങ്ങളോടുള്ള ഇഷ്ടക്കേട് കൊണ്ടോ ഒന്നുമല്ല ഉസ്താദെ. ഈ ഒരു അവസ്ഥയിൽ വീൽ ചെയറിൽ കഴിയുന്ന അവസ്ഥയാണ് എൻ്റേത്. നിങ്ങളാണെങ്കിൽ സുന്ദരനായ സുമുഖനായ ഒരു ചെറുപ്പക്കാരനും. സത്യം പറഞ്ഞാൽ ഈ ഒരു ബാധ നിങ്ങളുടെ ഏറ്റെടുക്കണോ നിങ്ങൾക്ക്? ഞാനൊന്നൊരു ബാധ്യതയാവില്ല ഉസ്താദെ. എന്നെ നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് എന്നെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകുന്നത് എനിക്കറിയുന്നില്ല. വിവാഹാലോചനയുമായുള്ള തിരക്കിലാണ് വീട്ടുകാർ. അപ്പോൾ ഞാൻ എന്താ ഉസ്താദെ ചെയ്യേണ്ടത്? ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കുമോ? എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദെ, നിങ്ങൾ സ്വീകരിച്ചേ പറ്റൂ. കാരണം ഞാനൊരിക്കലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ഭാരമാവില്ല. അല്ല എന്നുണ്ടെങ്കിൽ എന്നും ഉസ്താദിന് സമാധാനം ഉണ്ടാവില്ലല്ലോ. ഉസ്താദെ, എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, നല്ല ഭംഗിയുള്ള കുട്ടിയാണ്, പഠിക്കാൻ മിടുക്കിയാണ്, എല്ലാം കൊണ്ടും. അതെ, നസീബ. അവളെ ഉസ്താദ് കല്യാണം കഴിച്ചോളോ. ആഷി ഉസ്താദിനെ അവൾക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. ഒത്തിരി. ഞാൻ എൻ്റെ സ്ഥാനം നസീബക്ക് വേണ്ടി നൽകട്ടെ ആഷി ഉസ്താദെ. കാരണം നിങ്ങൾ എനിക്കിഷ്ടമില്ലായിട്ടില്ല, ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ, ആഷി ഉസ്താദിന് നല്ലൊരു പെണ്ണിൻ്റെ കൂടെ ജീവിക്കണ്ടേ. തോളിലൂടെ കൈകളിട്ട് കടപ്പുറത്തൂടെ നടക്കുവാനും, ബൈക്കിൽ സവാരി ചെയ്യുവാനും, ടൂർ പോകുവാനും, ഒരുമിച്ച് ഊഞ്ഞാലയാടുവാനും എല്ലാത്തിനും വേണ്ട ഒരു പെണ്ണാണ് എൻ്റെ ആഷി ഉസ്താദിന് വേണ്ടത്. അതെ, എനിക്കിന്ന് ആ ഒരു കാര്യത്തിൽ നല്ല ടെൻഷനുണ്ട്. എനിക്ക് അതൊന്നും ഉണ്ടാവില്ല. എനിക്ക് ആ സ്നേഹമൊന്നും എൻ്റെ ആഷി ഉസ്താദിന് കൊടുക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരൻ നസീബിയെ വിവാഹം കഴിക്കണം. ഇതിന് പകരമായിട്ട് ഞാൻ എൻ്റെ ഉസ്താദിന് അവൾക്ക് പകരം കൊടുക്കുകയാണ്. ഒരുപാട് സ്നേഹിച്ചിരുന്നു, ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ അവൾക്ക് വേണ്ടി ഞാൻ അങ്ങയെ സമർപ്പിക്കട്ടെ. അങ്ങനെ പറഞ്ഞിട്ട് ഒരു ലോങ് ടൈപ്പിംഗ് മെസ്സേജ് അവൾ അയക്കുന്നുണ്ട്. എന്നാൽ ഈ സമയം ആഷി ഉസ്താദ് നല്ല ഉറക്കിലായിരിക്കും. അവൾ ഒരു നിമിഷം ആ ഫോൺ എടുത്തു നോക്കി. ഇല്ല, ഡബിൾ ടിക്ക് ബ്ലൂ ടിക്ക് ആയിട്ടില്ല. അതങ്ങനെ തന്നെ ഒറ്റ ടിക്കിൽ കിടക്കുകയാണ്. ആഷി ഉസ്താദ് കിടക്കുകയായിരിക്കും. ഇൻഷാ അല്ലാഹ് അത് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും എൻ്റെ ഉസ്താദ് നസീബയുമായുള്ള വിവാഹത്തിന് സമ്മതിക്കുമായിരിക്കും. ഉസ്താദിന് മെസ്സേജ് അയച്ച് അവൾ നേരെ തൻ്റെ കൂട്ടുകാരിക്ക് മെസ്സേജ് അയക്കുന്നു. നസീബ, അതെ, എൻ്റെ വിവാഹം ജീവിതം നടക്കാൻ പോവാനടി. പക്ഷേ ഒരാളുടെ ജീവിതം എന്നെക്കൊണ്ട് നശിപ്പിക്കരുതെന്ന് ഞാൻ വിചാരിച്ചതാണ്. അതുകൊണ്ട് നസീബ, എനിക്ക് പറയാനുള്ളത്, നീ ആഗ്രഹിച്ച ആഷി ഉസ്താദിനെ നിനക്ക് വേണ്ടി ഞാൻ തരാം കേട്ടോ. എന്താ? ശരിക്കും നസീബ ആ ഒരു വോയിസ് മെസ്സേജ് കണ്ട് ഞെട്ടിപ്പോയി. ഹലോ,
എന്താ പിന്നെ നീ പറഞ്ഞത്? ആശുസ്താദിന് എനിക്കോ? എൻ്റെ റബ്ബേ, ഈ വേണ്ടാത്തൊന്നും പറയില്ല. ഇപ്പം എനിക്ക് ഒരാളുണ്ട് തൽക്കാലം. അതങ്ങ് നിൽക്കട്ടെ. കല്യാണത്തിന് എനിക്ക് ആശുസ്താദിനെ, ഇതിപ്പോൾ തൽക്കാലം വെറുതെ ഒരു കൂട്ടുകാരൻ, അതിനപ്പുറത്തേക്കായിട്ടൊന്നുമില്ല. എടി സത്യം പറ, അങ്ങനെയാണെങ്കിൽ ഞാൻ അവനോട് ഒഴിവാക്കൂട്ടോ. ഏയ് അതല്ലടി, സ്നേഹം അത് സത്യസന്ധമായിരിക്കണം, വെറുതെ കപടമാവരുത്. ആ പെണ്ണെ എനിക്ക് ആശുസ്താദിനെ കിട്ടുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതെന്നല്ലേ? ഉസ്താദ് എന്ത് മൊഞ്ചനാ പെണ്ണേ. ഏത് പെൺകുട്ടികളെ പെണ്ണ ആഗ്രഹിക്കാത്തത്? നിനക്ക് എന്തിൻ്റെ കേടാ? നസീബയോട് ആ ഒരു വാക്ക് പറഞ്ഞപ്പോൾ നസീബയുടെ മനസ്സിൽ ലഡ്ഡു പൊട്ടി. എന്തൊക്കെ തന്നെയല്ല, ആശുസ്ഥാനം കിട്ടുകയെന്ന് പറഞ്ഞാലൊരു ഭാഗ്യമാണ്. ഒരു കാലത്ത് ഹബീബ് ഉസ്താദ് എല്ലാവരുടെയും കണ്ണിലെ ഹീറോ ആയിരുന്നു. എന്നാൽ വൈകാതെ തന്നെ ആശുസ്താദും അങ്ങനെയായി മാറി. എന്നാൽ എന്തായാലും ക്ലാസ്സിലേക്കൊന്ന് പറഞ്ഞ് നടക്കാലോ, അത് തന്നെ വലിയൊരു സന്തോഷം തന്നെയല്ലേ. ഫോൺ ഓഫ് ചെയ്ത് അവളൊന്ന് കിടക്കട്ടെ എന്ന് വിചാരിച്ച് നിന്നപ്പോഴതാ ആശുസ്താദിൻ്റെ മെസ്സേജ് വരുന്നു. ആശുസ്താദിൻ്റെ മെസ്സേജിൽ, ഹാദിയ, നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം, പക്ഷേ നസീബിയെ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതാ ഒരു സങ്കടപ്പെടുന്ന സ്മൈലി ഇട്ടുകൊണ്ടാണ് അവൻ മെസ്സേജ് അയച്ചത്. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഹാദിയ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഉസ്താദിൻ്റെ ആ ഒരു വാക്കുകൾ അത് കേട്ടു. അതെന്താന്നാവോ? താല്പര്യമില്ലെന്നോ? എന്നാൽ പിന്നെ നിർബന്ധിക്കൊന്നും വേണ്ട. അല്ല, ഞാൻ വിചാരിച്ചു വീൽ ചെയറിൽ കഴിയുന്ന എൻ്റെ കൂടെയുള്ള ജീവിതത്തിനേക്കാൾ നസീബക്ക് ഏതായാലും അവളെ ഇഷ്ടമാണ്, അദ്ദേഹത്തെ ഇഷ്ടമാണ് അവൾക്ക്. അപ്പോൾ പിന്നെ അങ്ങനെ അങ്ങ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. എന്നാൽ ആശുസ്താദിന് സങ്കടമായെന്നാണ് തോന്നുന്നത്. എന്നാൽ അപ്പോൾ തന്നെ ഹാദിയ മെസ്സേജ് അയക്കുന്നു, ഉസ്താദേ സോറി. വേണ്ട, ഹാദിയ എന്നോടൊന്നും പറയണ്ട. ഞാൻ വിചാരിച്ചത് നിനക്ക് എന്നോട് വലിയ സ്നേഹമായിരിക്കുന്ന, പക്ഷെ ഞാൻ വിചാരിച്ചതൊക്കെ വെറുതെ ആയിപ്പോയി അല്ലേ. ഞാൻ ആദ്യം ഇഷ്ടപ്പെട്ടിരുന്നു, പക്ഷെ നീ പറഞ്ഞ വാക്ക് എൻ്റെ മനസ്സിലാണ് കൊണ്ടത്. ഞാൻ ഒരിക്കൽ പോലും നിനക്ക് എങ്ങനെ കഴിഞ്ഞു ആദ്യ എന്നോട് പറയാൻ? നിന്നെ മാത്രം മനസ്സിൽ വെച്ച് നിന്നാണ് ഞാൻ. അതിനിടയ്ക്ക് മറ്റൊരു പെണ്ണിനെ നീ എൻ്റെ ജീവിതത്തിലേക്ക് ചേർക്കാൻ വേണ്ടി ശ്രമിച്ചല്ലോ. അപ്പോൾ നിനക്ക് എന്നോട് അത്ര സ്നേഹം ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. ഞാൻ വിചാരിച്ചു എന്നോട് മതി വരുവോളം സ്നേഹമുണ്ടെന്ന്, പക്ഷേ അതൊക്കെ വെറും അഭിനയമായിരുന്നോ എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്താദ് അതാ വീണ്ടും ഒരു മെസ്സേജ് അയക്കുന്നു. എന്നാൽ അവൾ പെട്ടെന്ന് തന്നെ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദേ സോറി, ഞാൻ വിചാരിച്ചത് അതല്ല. കാരണം ഞാനിങ്ങനെ വീൽ ചെയറിലൊക്കെ നടക്കല്ലേ, അപ്പം എൻ്റെ ഉസ്താദിന് നല്ലൊരു പെണ്ണിനെ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് എൻ്റെ കൂടെ ജീവിക്കുമ്പോൾ അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവില്ലേ? ഹാദിയ, നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ എൻ്റെ കൂടെ ജീവിക്കുന്നതിൽ? അതാണെങ്കിൽ പറഞ്ഞാൽ മതി. ഉണ്ടെങ്കിൽ പറ, ഞാൻ അതിൽ നിന്ന് പിന്മാറുകയാണ്. ഒരിക്കൽ പോലും ഞാൻ നിന്നെ കഴിക്കാൻ നിൽക്കുന്നില്ല. അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത പോലെ എന്തിനാണ് ഇപ്പോൾ വെറുതെ നമ്മൾ? ആശുസ്താദിന് അത് വല്ലാത്തൊരു സങ്കടമായി. അവൻ ഫോൺ അവിടെ മാറ്റി വെച്ചു. എന്നാൽ ഹാദിയക്ക് അത് വല്ലാത്തൊരു സങ്കടമായി. റബ്ബേ, പറയേണ്ടില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു എന്തിനാണ് വെറുതെ കഷ്ടപ്പെടുത്തുന്നത് ഒരാളെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ഉസ്താദേ സോറി, എനിക്ക് അങ്ങേക്കാളേറെ ഇഷ്ടമുള്ള വേറൊരാളും ഈ ലോകത്തില്ല. അതും പറഞ്ഞുകൊണ്ട് അവൾ അതാ ഫോൺ അവിടെ ഓഫ് ചെയ്തു. പിന്നീട് അങ്ങോട്ട് ശ്രദ്ധിച്ചില്ല. അത് വരുന്നിടത്ത് വെച്ച് കാണാം, പറയണ്ടില്ലായിരുന്നു. ഉസ്താദിനത് വല്ലാത്ത ടെൻഷനായിട്ടുണ്ട്. മോളെ, ഉപ്പ വിളിക്കുന്നു. ഉപ്പ? അല്ല മോളെ എന്ന സമ്മതം കൊടുക്കുകയാണ് കേട്ടോ. അവർ ചിലപ്പോൾ അവർക്കൊന്ന് വരേണ്ടി വരും വീട്ടിലേക്കൊക്കെ. അതുകൊണ്ട് ഉപ്പ. എന്താ മോളെ, മോൾക്ക് എന്തെങ്കിലും പറയാണ്ടോ? ഇല്ലപ്പ. ആശുസ്താദിൻ്റെ വീട്ടുകാരൊക്കെ ഒന്ന് വരികയാണത്രേ. ഹാദിയെ ഒന്ന് കാണുവാനും ഒന്ന് സംസാരിക്കുവാനൊക്കെ, അവളുടെ സമ്മതം എടുക്കുവാനും ഒക്കെ വേണ്ടിയിട്ടായിരിക്കും. ഇൻഷാ അല്ലാഹ് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.